9ാം ക്ലാസ്സിലെ ചാപ്റ്റർ 12 പ്രിസംസ് അഥവാ സ്തംഭങ്ങൾ എന്നുള്ള ചാപ്റ്ററാണ് നോക്കുന്നത്. അതിലെ പേജ് നമ്പർ 208 ഒന്നാമത്തെ ക്വസ്റ്റ്യൻ ആണ് കേട്ടോ. അപ്പോൾ ചോദ്യം ഒന്ന് വായിക്കാം. ഇൻ എ സ്കൂൾ ബിൽഡിംഗ് ദർ ആർ 12 സിലിണ്ടറിക്കൽ പില്ലേഴ്സ്, ഈച്ച് ബേസ് ഡയാമീറ്റർ 1/2 ആൻഡ് ഹൈറ്റ് 4 മീറ്റർ. അതിൻ്റെ കർവ്ഡ് സർഫസ് ഏരിയയാണ് കാണാൻ പറഞ്ഞിട്ടുള്ളത്. അപ്പോൾ നമ്മൾ തന്നത് അതിൻ്റെ 12 സിലിണ്ടറിക്കൽ പില്ലേഴ്സ് ഉണ്ടെന്ന്, 12 വൃത്തസ്തംഭങ്ങൾ ആകൃതിയിലുള്ള തൂണുകൾ ഉണ്ട് എന്നാണ് അല്ലേ. അപ്പോൾ ആദ്യം നമുക്ക് അതിൻ്റെ ബേസ് ഡയാമീറ്റർ അഥവാ D 1/2 മീറ്റർ, അതിൻ്റെ ഹൈറ്റ് 4 മീറ്റർ തന്നിട്ടുണ്ട്. നമ്മളോട് കർവ്ഡ് സർഫസ് ഏരിയ ഒരെണ്ണത്തിൻ്റെ 12 എണ്ണം ഉണ്ട്, ഒന്നിൻ്റെ കർവ്ഡ് സർഫസ് ഏരിയയാണ് കാണാൻ പറഞ്ഞിട്ടുള്ളത്. ഒന്നാമത്തെ ക്വസ്റ്റ്യൻ്റെ കർവ്ഡ് സർഫസ് ഏരിയ കാണാൻ 2πRh ആണ്, 2πRh ആണ് കേട്ടോ. അപ്പോൾ നമുക്ക് R ഇവിടെ അല്ല, റേഡിയസ് ഇല്ല, ഡയാമീറ്റർ ഉണ്ട് അല്ലേ. D 1/2 ആണെങ്കിൽ R എന്താ വരിക, അതിൻ്റെ പകുതി 1/4. നമുക്ക് ഈക്വേഷൻ കൊടുക്കാം. 2 × π × R 1/4 × H വീണ്ടും 4 അല്ലേ. താഴെ മുകളിലും 4 നമ്പർ വന്ന് നമുക്ക് ക്യാൻസൽ ചെയ്യാൻ പറ്റും. 2 × π × 1 അതായത് എന്ത് കിട്ടും, 2π. അതായത് ഒരെണ്ണത്തിൻ്റെ കർവ്ഡ് സർഫസ് ഏരിയ എന്ന് പറയുന്നത് 2π എന്ന് കിട്ടും, 2π മീറ്റർ സ്ക്വയർ. നമുക്ക് രണ്ടാമത്തെ ക്വസ്റ്റ്യൻ ഉണ്ട്. അതിൽ രണ്ടാമത്തെ ക്വസ്റ്റ്യൻ എന്താണ്, വാട്ട് ഈസ് ദ ടോട്ടൽ കോസ്റ്റ് ഓഫ് പെയിൻറ്റിങ് ഓൾ ദ പില്ലേഴ്സ് ഓഫ് 80 rupees per square meter. അതായത് 80 രൂപ സ്ക്വയർ മീറ്ററിനെ വെച്ചിട്ട് ഇതിന് എത്ര പൈസ ചിലവാകുന്നതാണ് അല്ലേ. അപ്പോൾ നമ്മൾ ആദ്യം എന്ത് ചെയ്യണം, 12 പില്ലറിൻ്റെ കർവ്ഡ് സർഫസ് ഏരിയ കാണാം. കർവ്ഡ് സർഫസ് ഏരിയ ഓഫ് 12 പില്ലേഴ്സ്, ഒരെണ്ണത്തിൻ്റെ 2π മീറ്റർ സ്ക്വയർ നമ്മൾ കണ്ടിട്ടുണ്ട്. അങ്ങനെയാണെങ്കിൽ 12 എണ്ണത്തിൻ്റെ എന്തായിരിക്കും, 12 × 2π അല്ലേ. നമുക്ക് 24π മീറ്റർ സ്ക്വയറിന് കിട്ടും. ഇനി എന്താണ് പറഞ്ഞിട്ടുള്ളത്, 24 പൈയുടെ വാല്യൂ എടുത്തിട്ട് ചെയ്യാം. 24 × 3.14 ചെയ്യാം കേട്ടോ. അപ്പോൾ ഇൻറ്റു ചെയ്യുമ്പോൾ 7536 എന്ന് കിട്ടും. 7536 നമുക്ക് എത്ര സ്ഥാനം നീക്കണം, 2 സ്ഥാനം നീക്കണം. അപ്പോൾ 75.36 എന്ന് കിട്ടും. ഇതാണ് 12 എണ്ണത്തിൻ്റെ ടോട്ടൽ കർവ്ഡ് സർഫസ് ഏരിയ എന്ന് പറയുന്നത്. ഇങ്ങനെ അപ്പോൾ ടോട്ടൽ കോസ്റ്റ് എത്ര വരിക, ടോട്ടൽ കോസ്റ്റ് അതായത് 80 രൂപയാണ് അല്ലേ. 75.36 × 8 ചെയ്യാം കേട്ടോ. അപ്പോൾ 75.36 × 80 രൂപയാണ് ഒരു മീറ്റർ സ്ക്വയറിന് എന്ന് പറഞ്ഞിട്ടുണ്ട്. അപ്പോൾ 80 വെച്ചിട്ട് ഇൻറ്റു ചെയ്യണേ. അപ്പോൾ 0 കിട്ടും. എത്ര സ്ഥാനം നിൽക്കണം, 2 സ്ഥാനം നിൽക്കണം. 1 2, അപ്പോൾ ഇവിടെ വരും. അപ്പോൾ ആൻസർ ഇത്രയും റുപ്പിയാണ് കേട്ടോ. ഇത്രയും അതായത് ടോട്ടൽ കോസ്റ്റ് വരുന്നത്. അതിൽ രണ്ടാമത്തെ ക്വസ്റ്റ്യൻ ആണ്. The drum of a roller has base diameter 80 centimeter and height 1.2 meter തന്നിട്ടുണ്ട് അല്ലേ. അതായത് ബേസ് ഡയാമീറ്റർ ആണ്, D തന്നിട്ടുണ്ട്. എത്രയാണ്, 80 സെൻറ്റിമീറ്ററിനും അതിൻ്റെ ഹൈറ്റ്
1.2 മീറ്ററിനാണ്. അപ്പോൾ 1 മീറ്ററിൽ 1 സെൻറ്റിമീറ്ററിൽ. അപ്പോൾ നമുക്ക് ഇതിന് സെൻറ്റിമീറ്ററിലേക്ക് മാറ്റി കൊടുക്കണം. അപ്പോൾ 1.2 ഇൻറ്റു 100. അപ്പോൾ എത്ര സ്ഥാനം നീക്കണം? ഒരു സ്ഥാനം നീക്കണം അല്ലേ? അപ്പോൾ ഇവിടെ അപ്പോൾ 120 സെൻറ്റിമീറ്റർ. ഹൈറ്റ് എത്ര കിട്ടും? 120 സെൻറ്റിമീറ്റർ എന്ന് കിട്ടും. ഇങ്ങനെ ഒരു പ്രാവശ്യം ഇത് നീങ്ങുമ്പോൾ നിരപ്പാവുന്ന സ്ഥലത്തിൻ്റെ പരപ്പളവ് എത്രയാണെന്നാണ്. അതായത് കർവ്ഡ് സർഫസ് ഏരിയയാണ് കണ്ടുപിടിക്കേണ്ടത്. കർവ്ഡ് സർഫസ് ഏരിയ ഈസ് ഈക്വൽ ടു 2πRH. ആർ നമുക്ക് ഇവിടെ ഡി ആണ് തന്നിട്ടുള്ളത്. അപ്പോൾ ആർ എത്രയായിരിക്കും? 40 സെൻറ്റിമീറ്റർ. 2 ഇൻറ്റു പൈ ഇൻറ്റു 6, 40 ഇൻറ്റു H 120. ഇതെല്ലാം കൂടെ ഇൻറ്റു ചെയ്ത് കൊടുക്കുക കേട്ടോ. അപ്പോൾ 40 ഇൻറ്റു 2 80 പൈ ഇൻറ്റു 120 ചെയ്യാം. അപ്പോൾ 80 ഇൻറ്റു 120 ചെയ്യുമ്പോൾ നമുക്ക് ഇത് 0 മാറ്റിയിട്ട് ചെയ്തതാണ്. ഇനി 2 0 ഇട്ട് കൊടുത്താൽ മതി അല്ലേ? അപ്പോൾ ഇത്രയും പൈ ആണ്. അപ്പോൾ ഇതിനെ നമ്മൾ പൈയുടെ വാല്യൂ എടുത്ത് 3.14 ചെയ്യാം. അപ്പോൾ 0 മാറ്റിയിട്ട് നമുക്ക് ചെയ്യാം കേട്ടോ. ആൻസർ കാണാം. ഇത് ഇൻറ്റു ചെയ്യുമ്പോൾ അതാ ഈ നമ്പർ കിട്ടും. 4. ഞാനിവിടെ 2 0 മാറ്റിയിട്ടാണ് ചെയ്തിരിക്കുന്നത്. അപ്പോൾ നമ്മൾ 2 0 ഇതിൽ ആഡ് ചെയ്ത് കൊടുക്കുക. നമുക്ക് എത്ര സ്ഥാനം നീക്കണം? 1 2 സ്ഥാനം ഇവിടെ നീക്കുമ്പോൾ 44. ഇതാണ് ഇതിൻ്റെ കർവ്ഡ് സർഫസ് ഏരിയ കേട്ടോ. അപ്പോൾ ഇതിലെ മൂന്നാമത്തെ ക്വസ്റ്റ്യൻ നോക്കാം. ഇത് എന്താണ് പറഞ്ഞിട്ടുള്ളത്? കർവ്ഡ് സർഫസ് ഏരിയ ഓഫ് എ സിലിണ്ടർ ഈസ് ഈക്വൽ ടു ബേസ് ഏരിയ എന്നാണ് പറഞ്ഞിട്ടുള്ളത് അല്ലേ? അപ്പോൾ curved surface area of the cylinder is equal to its base area. What is the relation between base radius and height ആണ് അല്ലേ? ബേസ് റേഡിയസ് ആൻഡ് ഹൈറ്റ്. അപ്പോൾ ആദ്യം നമ്മൾ ബേസ് റേഡിയസ് ഈക്വൽ ടു curved surface ഏരിയ. എത്രയാണ്? ബേസ് റേഡിയസ് ആണ് πr². കർവ്ഡ് സർഫസ് ഏരിയ 2πRH. നമുക്കിവിടെ ഒരു പൈ ഉണ്ട്. നമുക്കിതിനെ ക്യാൻസലാക്കാം. പിന്നെ ഇവിടെ ഒരു 6 ഉണ്ട്. ഇവിടെ ഒരു 6 ഉണ്ടല്ലോ. r² 6. അപ്പോൾ ഇവിടെ എന്ത് കിട്ടും? ഇതിൽ നിന്ന് ഒരു 6 പോയാൽ ബാക്കി ഇവിടെ ഒരു 6 കിട്ടും അല്ലേ? പിന്നെ അപ്പോൾ ഇതിന് ക്യാൻസലാവും. അപ്പോൾ നമുക്ക് എന്ത് ചെയ്തു? ഇവിടെ r സമം എന്താണ്? 2h ആണ്. അതായത് റേഡിയസ് എന്ന് പറയുന്നത് എന്താണ്? ഹൈറ്റിൻ്റെ ഡബിൾ ആണ് എന്നാണ് കേട്ടോ. അപ്പോൾ ക്ലാസ് കണ്ടിട്ട് മനസ്സിലാവുകയാണെങ്കിൽ ചാനലൊന്ന് സബ്സ്ക്രൈബ് ചെയ്യുക, ഫ്രണ്ട്സിനൊക്കെ ഒന്ന് ഷെയർ ചെയ്യുക, സപ്പോർട്ട് ചെയ്യുക കേട്ടോ. താങ്ക് യു.